നമസ്കാരം, സഹകാരി റേസ് പ്ലസിലേക്ക് ഏവർക്ക് സ്വാഗതം. നമ്മൾ പഠിക്കാൻ പോകുന്ന ഫാർമക്കോളജിയാണ്. ഫാർമക്കോളജി എന്താണ്, അത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷനാണ് പറയാൻ പോകുന്നത്. ബേസിക് ആയിട്ട് ആലോചിക്കുക, ഫാർമക്കോളജി എന്ന് പറയുന്നത് ഒരു ഡ്രഗ് നമ്മൾ കഴിക്കുമ്പോൾ, ഏതൊരു മനുഷ്യനും ഒരു ഡ്രഗ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ മെഡിസിൻ കഴിച്ചു കഴിയുമ്പോൾ അത് നമ്മളെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു, ആ ഡ്രഗ് നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബോഡി ഡ്രഗിനോട് എങ്ങനെ പ്രതിരോധിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു ഭാഗമാണ് ഫാർമക്കോളജി എന്ന് പറഞ്ഞാൽ. ഇവിടെ തന്നെ ഒരുപാട് ഡ്രഗ് ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നുണ്ടാവും, അത് മാത്രമല്ല ഒരുപാട് ഡെഫിനിഷൻസ് പഠിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഡ്രഗിനെ മെക്കാനിസം ഓഫ് ആക്ഷൻ പഠിക്കുന്നുണ്ടാവും, യൂസ് ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും അറിയാം ഡ്രഗ് എന്ന് പറഞ്ഞ എപ്പോഴും ഡോസ് ഡിപ്പെൻഡ് ആണ്. അതായത് നമ്മൾ എപ്പോഴും പറയും അല്ലേ, അതായത് ഒരു സ്പൂൺ ഉപ്പ് ഒരു കറിക്ക് നമുക്ക് ഒരു സ്പൂൺ ഉപ്പ് മതിയെന്ന് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും. പക്ഷെ അത് 2-3 സ്പൂണാക്കി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, അധികമാവും അല്ലേ. അധികമാകുമ്പോൾ അതിന്റെ എഫക്ട് എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. ഒരു സ്പൂൺ ഉപ്പ് എന്ന് പറയുന്നത് കുറച്ച് കറിയിൽ നമുക്ക് കുഴപ്പമില്ല കഴിക്കാൻ, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണെന്ന് നമുക്കറിയാം. എന്നാൽ 2-3-4 സ്പൂണുകൾ ഉപ്പ് നമ്മൾ അധികം ചേർത്ത് കഴിക്കുമ്പോൾ നമുക്ക് എന്ത് ഫീലിംഗ് ആണ്, നമുക്ക് കറി കഴിക്കാതിരിക്കാൻ തോന്നും അല്ലേ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെയാണ് മരുന്നുകളുടെ കാര്യം. എന്നാൽ നമുക്ക് ഫാർമക്കോളജി എന്ന് പറയുന്നത് ഹിസ്റ്ററി മുതൽ നമുക്ക് നോക്കണം. നമുക്ക് നോക്കാം എന്താണ് ഫാർമക്കോളജി എന്ന്. ഫാർമക്കോളജി എന്ന് പറഞ്ഞാൽ രണ്ടാണ് തിരിച്ചിട്ടുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് ഫാർമക്കോൺ പ്ലസ് ലോഗോസ് ആണ്. ഫാർമക്കോൺ എന്നും ലോഗോസ് എന്നും ഉണ്ട്. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ സ്റ്റഡി ഓഫ് ഡ്രഗ് എഫക്ട് ഓൺ ദ ബോഡി ആൻഡ് ബോഡി റെസ്പോൺസ് ഓഫ് ദ ഡ്രഗ്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഒരാള് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശരീരം മരുന്നിനോട് എങ്ങനെ പ്രതിരോധിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, അതുമാത്രമല്ല ആ മരുന്ന് അയാൾക്ക് എങ്ങനെ എഫക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ റെസ്പോൺസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും എല്ലാവർക്കും അറിയാം, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടേഴ്സ് പറയുമല്ലേ, അതെ ശരീരം മരുന്നിനോട് തുടങ്ങി റിയാക്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് വേറെ കുഴപ്പമില്ല, പേഷ്യന്റ് ടോളറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ. അതേപോലെ തന്നെയാണ് മരുന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോൾ മരുന്ന് നമ്മുടെ ശരീരത്തിനോട് കാണിക്കുന്ന കാര്യങ്ങളും നമ്മുടെ ശരീരം മരുന്നിനോട് കാണിക്കുന്ന കാര്യങ്ങളും തമ്മിലുള്ള ബന്ധവും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫാർമക്കോളജിക്കകത്ത് അധികമായിട്ട് പഠിക്കുന്നത്. എന്താണ് ഫാർമക്കോ കൈനറ്റിക്സ് എന്ന് നോക്കാം അല്ലെ. ഫാർമക്കോ കൈനറ്റിക്സ്, ഫാർമക്കോ എന്ന് പറയുമ്പോൾ ഫാർമസി റിലേറ്റഡ് ആണെന്ന് നമുക്കറിയാം അല്ലെ. എന്താണ് കൈനറ്റിക്സ്? കൈനറ്റിക്സ് എന്താണ്? മൂവ്മെന്റ് അല്ലെ. മൂവ്മെന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ട്രാൻസ്ഫർ എന്ന് പറയാം അല്ലെ. നോർമലി നമുക്കറിയാം എന്താണ് കൈനറ്റിക് എനർജി എന്നൊക്കെ പറഞ്ഞാൽ അല്ലെ. അതേപോലെ ഒരു മൂവ്മെന്റ് മാത്രമാണ്. ഇനി അത് എങ്ങനെയാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. എന്താണ് ഫാർമക്കോ കൈനറ്റിക്സ്? ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫാർമക്കോളജി ദാറ്റ് ഫോക്കസ്ഡ് ഓൺ ദ സ്റ്റഡി ഓഫ് ഡ്രഗ് മൂവ്മെന്റ് ഇൻസൈഡ് ദ ബോഡി. ഫാർമക്കോ കൈനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തിന്റെ ബ്രാഞ്ചാണ്? ഫാർമക്കോളജിയുടെ ബ്രാഞ്ച് ആണ്. ഓക്കെ അല്ലേ. ഇനി അത് എവിടെയാ ഫോക്കസ് ചെയ്യുന്നത്? ഓൺ ദ സ്റ്റഡി ഓഫ് ഡ്രഗ് മൂവ്മെന്റ്. എന്തിന്റെ മൂവ്മെന്റിന്റെ? ഡ്രഗിന്റെ മൂവ്മെന്റിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഇൻസൈഡ് ദ ബോഡി, നമ്മുടെ മനുഷ്യ ശരീരത്തിനകത്തോ, അല്ലെങ്കിൽ മനുഷ്യൻ തന്നെ ആകണം എന്നില്ല, മൃഗമാകാം അല്ലെ. മനുഷ്യന്റെയോ മൃഗത്തിന്റെയോ ശരീരത്തിലുള്ള ഡ്രഗിന്റെ മൂവ്മെന്റിനെ പറ്റി പഠിക്കുന്ന ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫാർമക്കോ കൈനറ്റിക്സ് എന്ന് പറയുന്നത്. കമ്പോസിംഗ് പ്രോസസ് സച്ച് ആസ് അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റാബോളിസം ആൻഡ് എക്സ്ക്രീഷൻ. നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് ADME എന്ന് പറയും. അബ്സോർപ്ഷൻ എന്തോ അബ്സോർബ് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ എന്തോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, മെറ്റാബോളിസം എന്തോ മെറ്റാബോളിസം നടക്കുന്നുണ്ട്, എക്സ്ക്രീഷൻ എന്തോ എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ദാമു എന്ന് പറയുന്ന ഒരു പയ്യന് എന്താണ്, പനിയാണ്, ഭയങ്കര പനിയാണ്. അപ്പം ഡോക്ടറിൻ്റെ അടുത്ത് വന്നു. ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം ചെയ്യൂ, പാരസെറ്റമോള് 500 mg വെച്ചിട്ട് 3 നേരം കഴിക്കൂ എന്നും പറഞ്ഞ് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതി. അപ്പൊ ദാമു എന്താ ചെയ്യുക? ആദ്യം ഈ പാരസെറ്റമോൾ ഗുളിക എന്ത് ചെയ്യും? കഴിക്കൂ അല്ലേ, കഴിക്കാൻ പോവാണ്. ദാമു ഓറലി കഴിച്ചു, വാ വഴി ഓറലി ഗുളിക കഴിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാം റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ പറയുമ്പോൾ പലതരത്തിലുണ്ട്. ഇഞ്ചക്ഷൻസ് കൊടുക്കാം അല്ലെ, പാരലൽ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അത് ഇഞ്ചക്ഷൻസ് കൊടുക്കാം അല്ലെ, IM കൊടുക്കാം. അതുപോലെ ഒരുപാട് തന്നെ വീണ്ടും വീണ്ടും നമുക്ക് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ മാറി വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ദാമുവിന് കൊടുക്കാൻ പോകുന്ന റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഓറലാണ്, വാ വഴി നമ്മൾ കൊടുക്കുന്നത്. എന്ത് ചെയ്തു, നമ്മൾ പാരസെറ്റമോൾ 500 mg എന്ത് ചെയ്തു, ഓറലി നമ്മൾ ദാമുവിന് കൊടുത്തു. ദാമു എന്ത് ചെയ്തു, ഗുളിക കഴിക്കുവാണേ. ഫുഡ് പൈപ്പ് ഒക്കെ വഴി വന്ന് സ്റ്റൊമക്ക് വഴി സ്റ്റൊമക്ക് വന്നിട്ട് അയാളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്തു, നമ്മുടെ പാരസെറ്റമോൾ എന്ന ഗുളിക എത്തിക്കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? ഗുളിക വന്നു കഴിഞ്ഞു. ഇനി ഫസ്റ്റ് പ്രോസസ് ആയിട്ടുള്ള അബ്സോർപ്ഷൻ നടക്കണം. എങ്ങനെയാ അബ്സോർപ്ഷൻ നടക്കുക? നമ്മുടെ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷൻ, അതായത് നമ്മുടെ ബ്ലഡിൽ എമൗണ്ട് ഓഫ് ഡ്രഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്ത്, അത്
അതിന് ആക്ഷൻ കിട്ടുകയുള്ളൂ എന്ന് നമുക്ക് പറയാം. സോ അത് അബ്സോർബ് ചെയ്യണം. സോ അബ്സോർബ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും? സ്റ്റൊമക്കിൽ നിന്ന് ഇൻഡസ്ട്രിയിൽ നിന്ന്. ഇപ്പോൾ ഗുളികകൾ തന്നെ പലതരത്തിലാണ്. അസിഡിക് ഡ്രഗുകൾ സ്റ്റൊമക്കിൽ നിന്നും, ബേസിക് ഡ്രഗുകൾ ഇൻഡസ്ട്രിയിൽ നിന്നുമാണ് അബ്സോർബ് ആവുക. സോ അത് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഇതിപ്പം ബേസിക് ആയിട്ട് നോക്കിയാൽ മതി. ഇപ്പോൾ ഗുളിക കഴിച്ചു, ഗുളി എന്ത് ചെയ്യണം? ബോഡിയിലേക്ക് നമുക്ക് അബ്സോർബ് ആവണം അല്ലേ? സോ അബ്സോർബ് ആവാൻ പോവുകയാണേ. സോ ബോഡിയിലേക്ക് അബ്സോർബ് ആയി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. സോ അബ്സോർബ് ആയി കഴിഞ്ഞാൽ മാത്രം മതിയോ? ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കാം? നമ്മുടെ ഫ്ലൂയിഡ്, ബോഡി ഫ്ലൂയിഡ്സിലാകാം, അല്ലെങ്കിൽ സെൽസിലൊക്കെ ആയിരിക്കാം അല്ലെ? സോ എവിടെയെങ്കിലും നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇത് ബേസിക് കൺസെപ്റ്റ് ആയിട്ട് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. നമുക്ക് ഫർദർലി നമ്മൾ എലാബറേറ്റ് പഠിക്കുന്നുണ്ട്. സോ എന്ത് ചെയ്തു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. എവിടെ? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? മെറ്റാബോളിസം ചെയ്യണം. മെറ്റാബോളിസം ചെയ്യുന്ന നോർമൽ നമ്മുടെ ലിവറിലൊക്കെയാണ് നമുക്ക് ഡ്രഗ് മെറ്റാബോളിസം നടക്കുന്നത്. സോ എന്ത് സംഭവിക്കുക? ലിവറിനകത്ത് ഡ്രഗ് മെറ്റാബോളിസം നടന്നു. നടന്നതിന് ശേഷം എന്ത് സംഭവിക്കുക? പിന്നെ എക്സ്ക്രീഷൻ നടക്കുവാണ് ചെയ്യുക. എന്താണ്? എക്സ്ക്രീഷൻ നടക്കുവാണ് ചെയ്യുക. സോ ഇത്രയുമാണ് നമുക്ക് മേജർലി പറയുന്ന പ്രൊസീജിയർ. ഓക്കെ, ഇത് ഭയങ്കര സിമ്പിളായ കാര്യമാണ് അല്ലേ? സോ ദ ടേം ഫാർമ റെഫേഴ്സ് ടു ദ ഡ്രഗ് ആൻഡ് കൈനറ്റിക് പെർട്ടൈൻ ടു ദ മൂവ്മെന്റ് ഓഫ് ഡ്രഗ് വിത്തിൻ ദ ബോഡി. ഇൻ എസെൻസ് ഫാർമക്കോകൈനറ്റിക് ഇൻവോൾവ് ദ കൈനറ്റിക് ഓഫ് ADME പ്രോസസ്. ഞാൻ ഈ പറഞ്ഞ ഈ ADME പ്രോസസ് ആണ്, അല്ലെങ്കിൽ അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റാബോളിസം, എക്സ്ക്രീഷൻ തന്നെയാണ് ഈ ഫാർമക്കോ കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ. സിമ്പിൾ അല്ലേ? ഭയങ്കര എളുപ്പമാണ്. എന്തൊക്കെ നമ്മൾ പറഞ്ഞത്? ദാമു ഗുളിക കഴിച്ചു, നേരെ വയറ്റിൽ വന്നു, അവിടെ നിന്ന് അബ്സോർബായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട് മെറ്റാബോളിസം നടക്കുന്നു. എവിടെ മെറ്റാബോളിസം നടക്കുന്നു? നമ്മുടെ ലിവറിലെ മെറ്റാബോളിസം നടക്കുന്നു. അതിനുശേഷം നിന്ന് എക്സ്ക്രീഷൻ ആവുന്നു. ഈ മെറ്റാബോളിക് പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു? അയാൾക്ക് പനി കുറയ്ക്കുന്നു എന്നുള്ളതാണ്. ഇത്രയുമാണ് മേജർലി പ്രോസസ്സുകൾ നമുക്ക് പറയാനായിട്ടുള്ളത്. സോ നമ്മൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യും. ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ. ഇനിയാണ് നമ്മൾ എക്സ്പ്ലനേഷനിലേക്ക് പോകാൻ പോകുന്നത്. സോ ദാമു ഗുളിക കഴിച്ചു. ഓക്കെ, അബ്സോർപ്ഷൻ എന്താണ്? ദ ട്രാൻസ്ഫർ ഓഫ് ഡ്രഗ് ഫ്രം ദ സൈറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ടു ദ സിസ്റ്റമിക് സർക്കുലേഷൻ ബൈ ട്രാവേഴ്സിംഗ് ബയോളജിക്കൽ മെംബ്രെയിൻ. സോ നമ്മുടെ ബോഡി നമുക്കൊരു ബയോളജിക്കൽ മെംബ്രെയിൻ ഉണ്ട്. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും നമ്മൾ വെറുതെ അങ്ങനെ കയറ്റുമോ? ഇല്ല അല്ലേ? നമുക്കൊരു ആൾക്കാരൊക്കെ അറിയാം, നല്ല ആൾക്കാരാവും, അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത ആൾക്കാർ നമ്മൾ കയറ്റില്ല അല്ലേ? സോ നമുക്കിവിടെ ഒരു ബയോളജിക്കൽ മെംബ്രെയിൻ ഉണ്ട്. ബയോളജിക്കൽ മെംബ്രെയിനിലൂടെ എന്താണ്? ഡ്രഗ് ക്രോസ് ചെയ്ത് നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷനിൽ എത്തുന്ന പരിപാടിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ എന്ന് പറയുക. സോ ദിസ് ഫേസ് എൻകംബേഴ്സ് ദ മൂവ്മെന്റ് ഓഫ് ഡ്രഗ് ഫ്രം ദ പോയിന്റ് ഓഫ് എൻട്രി ഇൻ ടു ദ ബോഡി ടു ദ ബ്ലഡ് സ്ട്രീം. സോ പോയിന്റ് ഓഫ് എൻട്രി എന്ന് പറയുന്നത്, അതായത് ഇവർ പറയുന്നത് പോയിന്റ് ഓഫ് എൻട്രിയിൽ നിന്ന് ബ്ലഡ് സ്ട്രീമിലേക്ക് മെഡിസിൻ എത്തണം എന്നാ പറയുന്നത്. സോ ഇവിടുത്തെ പോയിന്റ് ഓഫ് എൻട്രി എന്താണ്? നമ്മൾ ഗുളിക കഴിച്ചു, നമ്മുടെ വയറ്റിൽ വന്നു. സോ പോയിന്റ് ഓഫ് എൻട്രി എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൊമക്കിൽ നിന്നാണ് അല്ലെ പോയിന്റ് ഓഫ് എൻട്രി വരുന്നത്. സോ അവിടെ നിന്ന് ബ്ലഡ് സ്ട്രീമിലേക്ക് വരിക എന്നുള്ളതാണ് അബ്സോർപ്ഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ദ മൈഗ്രേഷൻ ഓഫ് എ ഡ്രഗ് ബിറ്റ്വീൻ ഡിഫറെന്റ് കമ്പാർട്ട്മെന്റ്, ടിപ്പിക്കലി ബിറ്റ്വീൻ ദ ബ്ലഡ് ആൻഡ് എക്സ്ട്രാ വാസ്കുലർ ടിഷ്യൂ. സോ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡിലേക്ക് എത്തുക, അല്ലെങ്കിൽ എക്സ്ട്രാ വാസ്കുലർ ടിഷ്യൂലേക്ക് എത്തുക എന്നുള്ളതാണ് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ നമുക്കറിയാം, നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അല്ലേ? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്കൊരു മീഡിയം വേണം. സോ അവിടെ ബ്ലഡും എക്സ്ട്രാ വാസ്കുലർ ഫ്ലൂയിഡ്സും ആയിരിക്കും, അല്ലെങ്കിൽ എക്സ്ട്രാ വാസ്കുലർ ടിഷ്യൂസ് ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. സോ ഡിസ്ക്രിപ്ഷൻ പറയുവാണെങ്കിൽ ദിസ് പ്രോസസ് ഇൻവോൾവ് ദ മൂവ്മെന്റ് ഓഫ് എ ഡ്രഗ് വിത്തിൻ ദ ബോഡി ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ വേരിയസ് ടിഷ്യൂ ആൻഡ് ഓർഗൻസ്. സോ നമ്മളെ ബോഡിയിൽ നിന്നിട്ട് എന്ത് ചെയ്തു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണ്. എവിടേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു? ഓർഗൻസിലേക്ക്, അല്ലെങ്കിൽ ബോഡി പാർട്സിലേക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് നോർമലി ഡിസ്ട്രിബ്യൂഷനകത്ത് വരുന്നത്. സിമ്പിൾ അല്ലേ? സോ നെക്സ്റ്റ് വൺ ഈസ് മെറ്റാബോളിസം ആണ്. ഈ മെറ്റാബോളിസിനെ ബയോ ട്രാൻസ്ഫോർമേഷൻ എന്നും പറയും. സോ ബയോ ട്രാൻസ്ഫോർമേഷൻ എന്ന് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് തിരിഞ്ഞു പോകരുത്. മെറ്റാബോളിസം ഈസ് ഓൾസോ കോൾഡ് ആസ് ബയോ ട്രാൻസ്ഫോർമേഷൻ. സോ ഡെഫിനേഷൻ നോക്കിയാലോ, ദ ഓൾട്രേഷൻ ഓർ ഇനാക്ടിവേഷൻ ഓഫ് എ ഡ്രഗ് ത്രൂ മെറ്റാബോളിക് പ്രോസസ്. സോ മെറ്റാബോളിക് പ്രോസസ്സിൽ കൂടെ നമ്മൾ ഈ ഡ്രഗിനെ ഓൾട്ടർ ചെയ്യുന്നു. അതായത് ഇപ്പോൾ ഇനാക്റ്റീവ് ഫോമായ ഡ്രഗിനെ ആക്ടിവേറ്റ് ആക്കാം, അല്ലെങ്കിൽ ആക്റ്റീവ് ഫോമിനെ ഇനാക്ടിവേറ്റ് ആക്കാം. അങ്ങനെയുള്ള പ്രോസസ്സുകളെ ചെയ്യുന്നതിനെയാണ് നമ്മൾ മെറ്റാബോളിക് പ്രോസസ്സ് എന്ന് പറയുക. സോ ഗുളിക കഴിച്ചു, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ ശരീരത്തിൽ വിഷാംശമൊക്കെ, പോയിസൺ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യും? ലിവർ ചെന്ന് പെട്ടെന്ന് അറ്റാക്ക് ചെയ്തിട്ട് ലിവർ എന്ത് ചെയ്യുക? ഇനാക്ടിവേറ്റ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുക. സോ ലിവറിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിനെ സംബന്ധിച്ചോ പുറത്തുനിന്ന് എന്ത് വന്നു കഴിഞ്ഞാലും അതെന്താണ്? ഒരു ഫോറിൻ സബ്സ്റ്റൻസ് ആണ്. സോ ഗുളികയാണെങ്കിലും ഫോറിൻ സബ്സ്റ്റൻസ് ആണ്. സോ ഇവിടെ എന്താ ചെയ്യുക? ഓൾട്രേഷൻ ചെയ്യാം, ഇനാക്ടിവേഷൻ ചെയ്യാം. എന്ത്? ഈ മെറ്റബോളിക് പ്രോസസ്സിലൂടെ. സോ ഡിസ്ക്രിപ്ഷൻ പറയുക
പറയുവാണെങ്കിൽ ഡ്രഗ് അണ്ടർഗോ ട്രാൻസ്ഫോർമേഷൻ വിത്തിൻ ദ ബോഡി ഓഫൺ ഇൻ ദ ലിവർ റിസൾട്ടിങ് ഇൻ ചേഞ്ചസ് ടു ദ കെമിക്കൽ സ്ട്രക്ചർ. സോ നമ്മുടെ ലിവറിൽ വന്നതിന് ശേഷം എന്താ ചെയ്യുക, അതിൻ്റെ കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ അവിടെ അതിൻ്റെ കെമിക്കൽ സ്ട്രക്ചറിലുള്ള കെമിക്കൽ ചേഞ്ചുകൾ വരുത്തിക്കുകയാണ് നോർമലി ചെയ്യുക കേട്ടോ. നമ്മൾ മെറ്റബോളിസം നന്നായിട്ട് പഠിക്കും. സോ അപ്പോൾ നമുക്ക് നോക്കാം. സോ നെക്സ്റ്റ് വൺ ഈസ് എക്സ്ക്രീഷൻ ആണ്. ദ റിമൂവൽ ഓഫ് ഡ്രഗ് ഓർ ദർ മെറ്റബോളൈറ്റ്സ് ഫ്രം ദ ബോഡി. ബോഡിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, മെറ്റബോളൈറ്റ്സ് റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് പുറത്തേക്ക് എലിമിനേറ്റ് ചെയ്യണം. സോ ഈ എക്സ്ക്രീഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇറിവേഴ്സിബിൾ ആണ്. എന്താണ്, ഇറിവേഴ്സിബിൾ ആണ്. കാരണം എന്താണ്, നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്ത സാധനം നമ്മൾ തിരിച്ചെടുക്കാറുണ്ടോ? ഇല്ല അല്ലേ. സോ യൂറിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫീസസ് ആയിക്കോട്ടെ, ഇതൊന്നും എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ഒന്നും നമ്മളെ ബോഡി തിരിച്ചെന്ത് ചെയ്യില്ല, റീഅബ്സോർബ് ചെയ്യാറില്ല. സോ ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് ആൻ ഇറിവേഴ്സിബിൾ പ്രൊസീജിയർ അല്ലെങ്കിൽ ഇത് ഇറിവേഴ്സിബിൾ എന്നാണ് നമ്മൾ നോർമലി പറയാറുള്ളത്. എക്സ്ക്രീഷൻ തന്നെ നമ്മൾ വീണ്ടും തിരിക്കാറുണ്ട് കേട്ടോ. എക്സ്ക്രീഷൻ രണ്ടായിട്ട് തിരിക്കാറുണ്ട്. റീനൽ എക്സ്ക്രീഷൻ ആൻഡ് നോൺ റീനൽ എക്സ്ക്രീഷൻ. സോ റീനൽ എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കിഡ്നി വഴി നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്യുന്ന എല്ലാത്തിനെയും നമ്മൾ എന്തെന്ന് പറയും, റീനൽ എക്സ്ക്രീഷൻ എന്ന് പറയും. സോ നോൺ റീനൽ എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞാൽ കിഡ്നി ഒഴികെ ബാക്കി വരുന്നത്, ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ സലൈവയിൽ കൂടെ എന്ത് ചെയ്യുന്നു, ഹെവി മെറ്റൽസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, നോർമലി എക്സ്ക്രീറ്റ് ചെയ്ത് പോകാറുണ്ട്. സ്വെറ്റിൽ കൂടെ എന്ത് പോകാറുണ്ട്, ഗ്ലൂക്കോസ് പോകാറുണ്ട്, സോഡിയം ക്ലോറൈഡ് പോകാറുണ്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകാറുണ്ട്. അതേപോലെ തന്നെ ബ്രസ്റ്റ് മിൽക്കിലൂടെ എന്തൊക്കെ പോകാറുണ്ട്, മിൽക്കിലൂടെ ആന്റിബയോട്ടിക്സുകൾ ചിലത് പോകാറുണ്ട്. പിന്നെ അത് മാത്രമല്ല പിന്നെ ഹെവി മെറ്റൽസുകൾ പോകാറുണ്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോ വൈറ്റമിൻസ് പോകാറുണ്ട്. സോ ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നമുക്കതൊക്കെ നോക്കാം, അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വരുന്ന PPT നോക്കാം. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. സോ എക്സ്ക്രീഷനിൽ എന്താണ്, ഇറിവേഴ്സിബിൾ ആണെന്ന് മനസ്സിലാക്കുക, റീനലും ഉണ്ട് നോൺ റീനലും ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിനെ പറ്റിയൊരു ഐഡിയ കിട്ടും. സോ നമ്മൾ ഫസ്റ്റ് തിങ് അബ്സോർപ്ഷൻ നോക്കാൻ പോവാണ്. അബ്സോർപ്ഷൻ അത്യാവശ്യം പഠിക്കാനുണ്ട്. ഒരുപാട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രമേ അബ്സോർപ്ഷൻ മനസ്സിലാവുള്ളൂ. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ പറഞ്ഞത്, നമ്മൾ ഗുളിക കഴിച്ചു, ദാമു എന്ത് ചെയ്തു, ഗുളിക കഴിച്ചു, ഗുളിക വയറ്റിലേക്ക് എത്തി. അതുവരെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പം ഫ്രഷ് ആയിട്ട് ഇരിക്കുക. എന്നിട്ട് വേണം അബ്സോർപ്ഷൻ പഠിക്കാൻ. when a drug is administered it's initially enters the stomach or duodenum. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് രണ്ട് തരത്തിലുള്ള ഡ്രഗ്സുകളുള്ളത്, അസിഡിക് ഡ്രഗ് ഉണ്ട്, ബേസിക് ഡ്രഗ് ഉണ്ട് അല്ലേ. സോ അസിഡിക് ഡ്രഗിന് എപ്പോഴും നമ്മുടെ സ്റ്റൊമക്കിനകത്ത് ഇരിക്കാനാണ് താല്പര്യം. എന്തുകൊണ്ടാണ്, നമുക്ക് അവിടെ അസിഡിക് കണ്ടീഷനാണ്. അസിഡിക് കണ്ടീഷനിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉള്ളത് കൊണ്ട് അസിഡിക് കണ്ടീഷനാണ്. അതുകൊണ്ട് വയറ്റി ഇരിക്കാനാണ് അതിന് താല്പര്യം. ഇനി ഡിയോഡനത്തിൽ പോകുന്ന ബേസിക് ഡ്രഗ്സുകളുണ്ട്. സോ അവിടെ എന്താണ്, ബേസിക് പി എച്ച് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ബേസിക് ആയിട്ട് നമ്മുടെ ഇൻഡസ്ട്രീനകത്ത് പോയിരിക്കാറുണ്ട്. അവർക്ക് അവിടെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളത് കേട്ടോ. സോ the primary obstacle the drug encounters is the mucosal barrier. So നമ്മൾ ഈ ഡ്രഗ് വയറ്റിനകത്ത് വന്നു, ഇത് നമ്മുടെ സ്റ്റൊമക്കാന്ന് വിചാരിച്ചോളൂ. വയറ്റിനകത്ത് എന്ത് ചെയ്തു, ഡ്രഗ് വന്നു. ഈ ഡ്രഗിനെന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിക്കകത്ത് സിസ്റ്റമിക് സർക്കുലേഷനകത്ത് കയറണം എന്നുണ്ടെങ്കിൽ ഇതിന് ഒരു മ്യൂക്കോസൽ ബാരിയർ കടന്നു പോകേണ്ട ആവശ്യമുണ്ട്. എന്ത് കടന്നു പോകണം, മ്യൂക്കോസൽ ബാരിയർ കടന്നു പോവേണ്ട ആവശ്യമുണ്ട്. കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ സെൽസ് ഓഫ് ദ ഇൻഡസ്റ്റൈൻ. Once the drug surpassed the mucosal barrier, it transport into vein called the portal vein. So ഇവിടെ നോക്കിക്കോളൂ, ഇത് നമ്മുടെ എന്താണ്, ഡിയോഡിനം ആണെന്ന് വെച്ചോളൂ. ഡിയോഡിനം ഇവിടെ ഇരിപ്പുണ്ട്. സോ ഡിയോഡിനത്തെ ഡ്രഗ് വന്നു. ഈ ഡ്രഗിന് എന്ത് ചെയ്യണം, ആദ്യം ഒരു മ്യൂക്കോസൽ ബാരിയർ കടന്നു പോകേണ്ട ആവശ്യമുണ്ട്. സോ മ്യൂക്കോസൽ ബാരിയർ ഇത് കടന്നു പോവുകയാണ് കേട്ടോ. കുറെ ഡ്രഗ് ഒന്നും കയറ്റി വിടത്തില്ല, ചിലത് മാത്രമേ കയറ്റി വിടത്തുള്ളൂ. സോ വാട്ട് എവർ ഡ്രഗ് കടന്നു വന്നു, മ്യൂക്കോസൽ ബാരിയർ, അവിടെ ഒരു ബാരിയർ ഉണ്ട്, കടത്തി വിടത്തില്ല. ആ ബാരിയർ എന്ത് ചെയ്തു, കടന്നു വന്നു. അതിനുശേഷം മരുന്ന് എവിടെ എത്തുക, നേരെ വരുന്നത് പോർട്ടൽ വെയിനിലേക്കായിരിക്കും വരിക. മരുന്ന് പോർട്ടൽ വെയിനിലുണ്ട്, ഇവിടെ പോർട്ടൽ വെയിൻ ഇരിക്കുവാണ്, ഇപ്പോൾ പോർട്ടൽ വെയിൻ ഉണ്ട്. സോ വിയ ദ പോർട്ടൽ വെയിൻ ദ ഡ്രഗ് ട്രാവൽ ടു ദ ലിവർ. സോ ഈ പോർട്ടൽ വെയിനിൽ നിന്ന് എന്താ ചെയ്യുക, ഡ്രഗ് നേരെ ലിവറിലേക്കാണ് വരിക. ഓക്കെ അല്ലേ. Subsequently, it progressed from the liver to the inferior vena cava and the heart. So ലിവറിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് എന്താ ചെയ്യുക, ഇൻഫീരിയർ വീന കാവയിലേക്കും പിന്നെ നമ്മുടെ ഹാർട്ടിലേക്കുമാണ് എന്ത് ചെയ്യുക, നമ്മുടെ ഡ്രഗ് പോവുക. സോ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം പറയുന്നത്. അതെന്താന്ന് വെച്ചാൽ ദ എമൗണ്ട് ഓഫ് ഡ്രഗ് വിച്ച് പ്രസന്റ് ഇൻ ദ സിസ്റ്റമിക് സർക്കുലേഷൻ ഫ്രം ദ സൈറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അതിനെയാണ് നമ്മൾ എന്താ പറയുക, ബയോ അവൈലബിലിറ്റി എന്ന് പറയുക. ഭയങ്കര സിമ്പിൾ ആണ്, കൺഫ്യൂസ്ഡ് ആയി പോകണ്ട. ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. സോ എന്താണ്, എമൗണ്ട് ഓഫ്
drug present in the systemic circulation from the site of administration is called the bioavailability. അതായത് amount of drug present in the systemic circulation. ആ സിസ്റ്റമിക് സർക്കുലേഷൻ എവിടെയാണ്? നമ്മുടെ ബ്ലഡ് അല്ലേ, ബ്ലഡ്, അതായത് ഇൻഫീരിയർ വീന കാവ, ഹാർട്ട് എന്നൊക്കെ വേണ്ടി നമുക്ക് പറയാം അല്ലേ. സോ ഇവിടെയുള്ള എമൗണ്ട് ഓഫ് ഡ്രഗ് അല്ലെ, എമൗണ്ട് ഓഫ് ഡ്രഗ് present in systemic circulation from the site of administration. എവിടെയാ സൈറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്? ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓറൽ ആയിരുന്നു അല്ലേ, ഓറൽ റൂട്ട് ആയിരുന്നു. ഇനിയിപ്പോൾ ഓറൽ മാത്രമല്ല, നമുക്ക് വേറെ എന്താ ഉള്ളത്? പാരന്റലി പറയുവാണെങ്കിൽ നമുക്ക് ഇൻട്രാവീനസ് പറയാം അല്ലേ. സോ ഇൻട്രാവീനസ് പറയാം. അത് മാത്രമല്ല നമുക്ക് വേറെ എന്ത് പറയാൻ പറ്റും? നമുക്ക് ഇൻട്രാ മസ്കുലാർ പറയാം, സബ്ടീക്കൽ പറയാം. അങ്ങനെ ഒരുപാട് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻസ് ഉണ്ട്. സോ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, ഓറൽ കൊടുക്കുക അല്ലേ. സോ നമ്മൾ ഓറലി കൊടുത്തു. സോ ആ ഓറലി കൊടുക്കുമ്പോൾ നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷനിൽ എത്ര മെഡിസിൻ വന്നോ, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷനിൽ ഇപ്പൊ 500 mg പാരസ്റ്റമോൾ കൊടുത്തു കഴിഞ്ഞാൽ 500 mg അവൈലബിൾ ആവുകയാണെങ്കിൽ അതിനെ നമ്മൾ 100% ബയോ അവൈലബിലിറ്റി എന്ന് പറയും. സോ ഇൻ കേസ് ചില സമയങ്ങളിൽ നമുക്ക് ഓറലി കൊടുക്കുകയാണെങ്കിൽ 100% ബയോ അവൈലബിലിറ്റി ഒന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ IV കൊടുക്കുകയാണെങ്കിൽ, നമ്മുടെ വെയിനിൽ കൂടെയാണ് നമ്മൾ മെഡിസിൻ കൊടുക്കുന്നതെങ്കിൽ 100% ബയോ അവൈലബിലിറ്റി പറയാൻ പറ്റും. സോ ബേസിക് ആയിട്ട് ബയോ അവൈലബിലിറ്റി നിങ്ങൾ ആലോചിക്കേണ്ടത് എമൗണ്ട് ഓഫ് ഡ്രഗ് പ്രസന്റ് ഇൻ ദ സിസ്റ്റമിക് സർക്കുലേഷൻ ഫ്രം ദ സൈറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. സോ ഇവിടെ സൈറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എവിടെയാണ്? ഓറലി ആണ്. നമ്മൾ ഓറലി കൊടുക്കുന്നു, നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷനിൽ എത്ര മെഡിസിൻ വന്നു എന്നുള്ളത് മാത്രമേ നമ്മളെ സംബന്ധിച്ച് ബയോ അവൈലബിലിറ്റി ഉള്ളൂ. പക്ഷേ ബയോ അവൈലബിലിറ്റി 100% ആവുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ IV കൊടുക്കുമ്പോൾ 100% അവൈലബിലിറ്റി ആവും. കാരണം എന്താണ്? ഡയറക്ട്ലി നമ്മൾ വെയിനിലേക്ക് കുത്തുക, സിസ്റ്റമിക് സർക്കുലേഷൻ ഡയറക്ട്ലി കുത്തി കൊടുക്കുകയാണ് അല്ലേ. പക്ഷെ ഓറലി കൊടുക്കുമ്പോൾ അങ്ങനെയല്ല. ഇവിടെ എന്തൊക്കെ ചെയ്യണം? ഇവിടെ ഒരു മെംബ്രെയിൻ ഉണ്ട്, മെംബ്രെയിൻ പാസ് ചെയ്ത് പോകണം. അത് മാത്രമല്ല ലിവറിലുണ്ട്, ലിവറിൽ കുറെ ഡീഗ്രേഡേഷൻ നടക്കും. ലിവർ എല്ലാം ഒന്നും കയറ്റിവിടത്തില്ല കേട്ടോ, കുറെയൊക്കെ നശിപ്പിച്ച് കളയും. സോ ഞാൻ നേരത്തെ പറഞ്ഞു, ലിവർ എന്താ പറഞ്ഞാൽ ഇനാക്റ്റീവ് ആക്കും, ചേഞ്ചും ആക്കും നമ്മൾ പറഞ്ഞില്ലേ. സോ അതുകൊണ്ട് തന്നെ മേ ബി അവിടെ ഡീഗ്രേഡേഷൻ നടന്നേക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഓറലി കൊടുക്കുകയാണെങ്കിൽ 100% ബയോ അവൈലബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ പറയാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? സോ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ദ ഇനിഷ്യൽ ബാരിയർ ഇൻ ദിസ് പ്രോസസ് ആർ ദ മ്യൂക്കോസൽ ബാരിയർ ആൻഡ് ദി ലിവർ. സോ ബേസിക്കലി ഒരാൾ മരുന്ന് വായിലൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആദ്യത്തെ ബാരിയർ എന്ന് പറയുന്നത് ലിവറും വേറെ എന്തുവാണ്? മ്യൂക്കോസയാണ് അല്ലെ. വേർ ദ ഡ്രഗ് അണ്ടർഗോ ഡീഗ്രഡേഷൻ. സോ ഇവിടെ വെച്ചിട്ടാണ് ഡ്രഗ് എന്ത് ചെയ്യുന്നത്? ഡീഗ്രേഡ് ചെയ്യുന്നത്, നശിച്ചു പോകുന്നത്. അതായത് ഇനാക്റ്റീവ് ആയിട്ട് മാറാം, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്ത് മാറാം, ഓൾ ട്രൈ മാറാം. ദിസ് ലിവർ മെഡിക്കേറ്റഡ് പ്രോസസ് ഈസ് കോമൺലി റെഫേഴ്സ് ടു ആസ് ദ ഫസ്റ്റ് പാസ് മെറ്റബോളിസം. സോ ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് പാസ് മെറ്റബോളിസം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മ്യൂക്കോസൽ ബാരിയർ കടന്നു പോയതിനു ശേഷം ലിവറിൽ വന്നിട്ട് ഡ്രഗ് ഡീഗ്രേഡ് ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ്, അല്ലെങ്കിൽ ഡ്രഗ് ഇനാക്റ്റീവ് ആയി പോകുന്ന അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫസ്റ്റ് പാസ് മെറ്റബോളിസം എന്ന് പറയുന്നത്. ദ അൾട്ടിമേറ്റ് ക്വാണ്ടിറ്റി ഓഫ് ദ ഡ്രഗ് ദാറ്റ് എൻറ്റേഴ്സ് ഇൻ ദ സർക്കുലേഷൻ ഓർ റീച്ചസ് ദ ഹാർട്ട് ഈസ് ടേംഡ് ആസ് ബയോ അവൈലബിലിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം കാര്യം. നമ്മൾ എന്ത് ചെയ്യുന്നു? ഡ്രഗ് കൊടുത്ത് അവർ കഴിച്ചു, ബാരിയർ ക്രോസ് ചെയ്തു, പോർട്ടൽ വെയിൻ വഴി വന്നു, ലിവറിൽ എത്തിയതിനു ശേഷം നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷൻ ആയ ഹാർട്ടിനകത്തോ അല്ലെങ്കിൽ ഇൻഫീരിയർ വീനക്കകത്തോ അല്ലെങ്കിൽ പോട്ടെ ഈവൻ ദോ ബ്ലഡിൽ എത്ര എമൗണ്ട് ഓഫ് ഡ്രഗ് നമുക്ക് അവൈലബിൾ ആയി, അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി നമുക്ക് അവൈലബിൾ ആയി എന്നുള്ളതിനെയാണ് നമ്മൾ ബയോ അവൈലബിലിറ്റി, അതായത് അവൈലബിലിറ്റി എത്ര അവൈലബിൾ ആയി എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നത്? അബ്സോർപ്ഷനിൽ കൺസിഡർ ചെയ്യുക. സിമ്പിൾ അല്ലേ? ഭയങ്കര സിമ്പിൾ അല്ലേ? സോ ബേസിക് ആയിട്ട് നമ്മൾ ഫസ്റ്റ് അറിയേണ്ടത് എന്ത് ചെയ്യണം? നമുക്ക് മ്യൂക്കോസൽ ബാരിയർ അറിയണം, പോർട്ടൽ വെയിൻ അറിയണം, ലിവർ അറിയണം. ഇത്രയും മാത്രം അറിഞ്ഞാൽ മതി. ഇവിടെ വേറൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. സോ ഇത്രയാണുള്ളത്. ഇനി മെക്കാനിസം ഓഫ് ഡ്രഗ് ട്രാൻസ്പോർട്ട്. ഈ ഡ്രഗ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് മെക്കാനിസം ഉണ്ട്. ഭയങ്കര എളുപ്പമാണ് കേട്ടോ, അധികം ഒന്നും പറയാനൊന്നുമില്ല. ദ ഫസ്റ്റ് മെക്കാനിസം ഈസ് പാസീവ് ട്രാൻസ്പോർട്ട്. പാസീവായിട്ട് പോകുന്നു. എന്തോ പാസീവ്, അവിടെ എനർജി ഒന്നും വേണ്ട, പാസീവായിട്ട് പോകുന്നു. എന്തോ അങ്ങ് പാസീവായി പോയിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ എനർജിയോ ഒന്നും ആവശ്യം വരുന്നില്ല. നെക്സ്റ്റ് വൺ ഈസ് ഫിൽട്രേഷൻ. എന്തോ ഫിൽട്ടറായി പോകുന്നുണ്ട്.
ചെയ്യുന്നുണ്ട്. ആൻഡ് തേർഡ് വൺ ഈസ് സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്പോർട്ട്. അവിടെ എന്തോ സ്പെഷ്യലൈസ്ഡ് ആണ്, അവിടെ എന്തോ വലിയൊരു കാര്യം ആവശ്യമുണ്ട് എന്നുള്ളത്. സോ ബേസിക് ആയിട്ട് 3 മെക്കാനിസം ആണ്: പാസീവ് ട്രാൻസ്പോർട്ട്, ഫിൽട്രേഷൻ ആൻഡ് സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്പോർട്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പാസീവ് ട്രാൻസ്പോർട്ടാണ് നോക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലേ, പാസീവായിട്ട് പോകുന്നു, എനർജി ആവശ്യമില്ല. ചില ആൾക്കാർ പറയുന്നുണ്ട്, ഓ അവൻ പാസീവായിട്ട് അവിടെ നിന്ന് കയറി പോയെന്നേ, അല്ലെങ്കിൽ പാസീവായിട്ട് ആ കാര്യങ്ങൾ ഇങ്ങോട്ട് വരിക ചെയ്യുന്നത്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, റേഷൻ കടയിൽ നിന്ന് നമുക്ക് എല്ലാ മാസവും 2 കിലോ പാസീവായിട്ട് നമുക്ക് അരി കിട്ടുന്നുണ്ട് എന്ന് പറയാം അല്ലേ. സോ എന്താ പാസീവ് എന്ന് നോക്കാം. സോ റെഫേഴ്സ് ടു ആസ് എ നോൺ അയോണിക് ഡിഫ്യൂഷൻ. ഇത് നമ്മൾ എന്തെന്ന് പറയാറുണ്ട്? നോൺ അയോണിക് ഡിഫ്യൂഷൻ എന്ന് പറയാറുണ്ട്. സോ പാസീവ് ട്രാൻസ്പോർട്ടിനെ നോൺ അയോണിക് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാലും നമ്മൾ എന്ത് മനസ്സിലാക്കണം? അത് പാസീവ് ട്രാൻസ്പോർട്ട് ആണെന്ന് മനസ്സിലാക്കണം. സോ മൂവ്മെന്റ് ഓഫ് ഡ്രഗ് ഒക്കേഴ്സ് അലോങ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ടുവാർഡ്സ് ഡ്രഗ് വിത്ത് ഹയർ ലിപ്പിഡ് solubility except rapid diffusion, no energy or carrier is required. സോ ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം, നിങ്ങളൊരു കല്യാണ പന്തല്ല എന്ന് വിചാരിക്കുക. കല്യാണ പന്തല്ല വിചാരിക്കുന്നത്. സോ ബേസിക്കലി നിങ്ങൾ കല്യാണം കൂടാൻ വേണ്ടിയിട്ട് പോയപ്പോഴത്തേക്കും അതിനകത്ത് ഒരുപാട് ആൾക്കാരുണ്ട്, എന്നാൽ സദ്യ കഴിക്കുന്ന സ്ഥലത്ത് ആൾക്കാർ ഇല്ല. സോ ബേസിക്കലി നിങ്ങൾ എന്താ ചെയ്യുക? ഒരു കാര്യമായിരിക്കും, ആദ്യം സദ്യ കഴിച്ചിട്ട് വരാം, അപ്പോഴത്തേക്കും കല്യാണം കൂടുകയും ചെയ്യാമെന്ന് വിചാരിക്കില്ലേ? അതേ പരിപാടി തന്നെയാണ്. അതായത് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് ഡ്രഗിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ പറയുന്നത് പാസീവ് ഡിഫ്യൂഷൻ അല്ലെങ്കിൽ പാസീവ് ട്രാൻസ്പോർട്ട് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ അല്ലേ? സോ പാസീവ് ട്രാൻസ്പോർട്ട് എന്താണ്? ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ആണ്. സോ അവിടെ ഡ്രഗിന് എന്ത് വേണ്ട? എനർജി എന്ന് പറയുന്ന സാധനം വേണ്ട. ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് പോകാൻ എനർജിയുടെ ആവശ്യമുണ്ടോ? ആവശ്യമില്ല. അപ്പൊ എന്താണ് ഇവിടെ ഹയർ ലിപ്പിഡ് സോലുബിലിറ്റി ഉള്ള ഡ്രഗ്സ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ലിപ്പിഡിൽ ഹയർ ആയിട്ട് സോലുബിൾ ആവുന്ന ഡ്രഗ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? ഡിഫ്യൂഷൻ നടക്കും എന്നുള്ളതാണ്. ഇവിടെ എനർജി ആവശ്യമില്ല. സോ നെക്സ്റ്റ് വൺ ഈസ് ഫിൽട്രേഷൻ ആണ്. ത്രൂ അക്വസ് പോഴ്സ് ഇൻ ദ മെംബ്രെയിൻ ഓർ പാരാസെല്ലുലാർ സ്പേസ് ഇൻ മെംബ്രെയിൻ. സോ അതായത് നമ്മുടെ സെല്ലുകളില്ലേ, ഈ സെല്ലുകൾക്കിടയിൽ നമുക്ക് ചെറിയ ചെറിയ സ്പേസുകൾ ഉണ്ടാവും കേട്ടോ. ഈ സ്പേസ് വഴിയിട്ട് ഫിൽട്ടർ ആകാം, ഇല്ലെങ്കിൽ നമുക്ക് അക്വസ് പോർ നമുക്ക് സെൽസുകളിലൊക്കെ മെമ്പറൈനിലും സെൽസിലും ഒക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. സോ ഈ അക്വസ്പോർ വഴി എന്ത് ചെയ്യും? ഡ്രഗ് കടന്നു പോകും. ത്രൂ അക്വസ്പോർ ഇൻ ദ മെംബ്രെയിൻ ഓർ പാരാസെല്ലുലാർ സ്പേസ് ഇൻ ദ മെംബ്രെയിൻ. അപ്പൊ എവിടേക്കാണ്? നമ്മുടെ മെംബ്രെയിനിലുള്ള അക്വസ്പോർ വഴിയും കടന്നു പോകാം, പിന്നെ അത് മാത്രമല്ല പാരാസെല്ലുലാർ സ്പേസ് വഴിയും കടന്നു പോകാം. സോ ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് കണ്ടോ, ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷനിലേക്ക് ഡ്രഗ് പൊക്കോണ്ടിരിക്കുകയാണ്ടോ, കടന്നു പൊക്കോണ്ടിരിക്കുകയാണ്. സോ ഇതാണ് നമുക്ക് പാസീവ് ട്രാൻസ്പോർട്ട്. സോ ഫിൽട്രേഷൻ പറഞ്ഞതുപോലെ എന്താണ്? അക്വസ്പോറോ അല്ലെങ്കിൽ പാരാസെല്ലുലാർ സ്പേസ് ആയിട്ടായിരിക്കും പോവുക. സോ നെക്സ്റ്റ് വൺ ഈസ് സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്പോർട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? പാസീവ് പറഞ്ഞു, പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ഫിൽട്രേഷൻ പറഞ്ഞു. സോ നെക്സ്റ്റ് വൺ ഈസ് സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്പോർട്ട് ആണ്. സോ ഇത് നമ്മൾ വീണ്ടും ഫർദർലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇച്ചിരി പഠിക്കാനായിട്ട് വരുന്നത് കേട്ടോ. ദിസ് ക്യാൻ ബി കാരിയർ മീഡിയേറ്റർ ഓർ വെസിക്കുലർ ട്രാൻസ്പോർട്ട്. സോ ഇവിടെ നമുക്ക് കാരിയർ ആവശ്യമാണ്. ഇവിടെ നമുക്ക് എടുത്തുകൊണ്ട് പോകാനും കൊടുക്കാനും നമുക്ക് ഒരാൾ ആവശ്യമാണ്. സോ ഇവിടെ നമ്മൾ എൻഡോസൈറ്റോസിസ് ഓർ എക്സോസൈറ്റോസിസ് എന്നാണ് പറയുക. ഓക്കെ, അത് നിങ്ങൾ മാറ്റി വെച്ചേക്കും. ഇവിടെ ആവശ്യമുണ്ടെന്നുള്ളത് മാത്രം ഇപ്പം നിങ്ങൾ മനസ്സിൽ വെക്കുക കേട്ടോ. നമുക്ക് നോക്കാം. സോ ദ ഫസ്റ്റ് വൺ ഈസ് കാരിയർ ട്രാൻസ്പോർട്ടിൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ആക്റ്റീവ് അതായത് എന്താണ്? എന്തോ ഒരു സാധനം ഇവിടെ ആവശ്യമുണ്ട് അല്ലേ. സോ ഡ്രഗ് ട്രാൻസ്പോർട്ടേഷൻ എഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് നെസസിറ്റേറ്റ്സ് എനർജി ഫ്രം ATP. അതായത് ഇവിടെ എഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ആണ്. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? ടുവാർഡ്സ് ദ കോൺസെൻട്രേഷൻ അല്ലേ. അപ്പൊ ഇവിടെ എഗെയിൻസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കാം? ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് ഡ്രഗിന്റെ മൂവ്മെന്റ് നടക്കും. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. ഇവിടെ സംഭവിക്കുക? ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ. ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്ന് കൂടിയ ഭാഗത്തേക്ക് പോവും. ഇവിടെ എന്ത് വേണം? എനർജി വേണം. എനർജി എവിടെ നിന്ന് കിട്ടും? ATPയിൽ കിട്ടും. സോ ഇവിടെ ഒരു എക്സാമ്പിൾ ഓഫ് ഡ്രഗ് പറയുന്നുണ്ട്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് മനസ്സിലാക്കി മാത്രം വെക്കുക. ഫ്ലുറോയുറാസിൽ ആൻഡ് 5-bromouracil ആർ അബ്സോർബ്ഡ് ത്രൂ ദ പിരിമിഡിൻ ട്രാൻസ്പോർട്ട് സിസ്റ്റം. അതായത് നമുക്ക് പിരിമിഡിൻ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് ഫ്ലൂറോയുറാസിലും 5-bromouracil എന്ത് ചെയ്യുന്നത്? അബ്സോർബ് ചെയ്യുന്ന പിരിമിഡിൻ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആണ്. സോ പിരിമിഡിൻ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷനിലേക്ക് ഡ്രഗിന്റെ അപ്ടേക്കിനാണ് പറയുന്നത്. പക്ഷെ ഇവിടെ എന്ത് വേണം? അവർ എനർജി എടുക്കുന്നുണ്ട്. സോ ബേസിക് ആയിട്ട്
ആയിട്ട് ഈ പിരിമിഡൽ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ ഈ ഫ്ലൂറോ യുറാസിലിന്റെയും ഫൈബ്രോമോ യുറാസിലിന്റെ അബ്സോർപ്ഷൻ ആണ് നമുക്ക് എക്സാമ്പിൾ പറയാനുള്ളത് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ്. ATP ബൈൻഡിങ് കാസ്കറ്റ്സ്, അതായത് ABS എന്നാണ് പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടിനെ പറയുക. എന്താ പറയുക? ATP ബൈൻഡിങ് കാസ്കറ്റ്സ്. അപ്പൊ ATP എന്ന് പറഞ്ഞ അല്ലേ, സോ ATP എനർജി മോളിക്യൂൾ ആണ് അല്ലേ. സോ ATP ബൈൻഡിങ് കാസ്കറ്റ് ABS എന്ന് പറഞ്ഞു. എഫ്ലൂക്സ് ഓഫ് സൊല്യൂട്ട് എഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡ്, നേരത്തെ പറഞ്ഞ സെയിം കാര്യം. ട്രാൻസ്പോർട്ട് ഡ്രഗ് ആൻഡ് ടോക്സിൻസ് ഔട്ട് ഓഫ് ദ സെൽ, സെല്ലിന് പുറത്തേക്ക് ഡ്രഗിനെയും ടോക്സിൻസിനെയും കൊണ്ടുവരുന്ന പരിപാടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അതായത് ഇപ്പൊ സെല്ലിനകത്ത് എന്തായിരിക്കും? കോൺസെൻട്രേഷൻ ഇപ്പൊ ബേസിക്കലി കുറവായിരിക്കും, അപ്പൊ പുറത്ത് എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലേ. സോ ബേസിക് ആയിട്ട് നോക്കുവാണെങ്കിൽ നമുക്കിപ്പം നോർമലി ഇപ്പൊ ഡ്രഗ് വരുവാണെങ്കിൽ എന്താ സംഭവിക്കും? അല്ല, ഡ്രഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഫോറിൻ മെറ്റീരിയൽ വരുമ്പോൾ എന്ത് സംഭവിക്കും? കോൺസെൻട്രേഷനിൽ ഡിഫറൻസ് വരും. സോ നേരത്തെ പറഞ്ഞതുപോലെ എനർജി എടുത്തുകൊണ്ട് ഈ സെല്ലിനകത്തുള്ള ടോക്സിൻസിനെയും അല്ലെങ്കിൽ ഡ്രഗ് മോളിക്യൂളിനെ എന്ത് ചെയ്യുന്നു? എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്ന പരിപാടിയാണ് പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ. സോ പറഞ്ഞതുപോലെ എഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിന് എഗെയിൻസ്റ്റ് ആയിട്ട്. സോ നെക്സ്റ്റ് വൺ ഈ സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ്. സോ പ്രൈമറിയിൽ നോക്കുക ATP ബൈൻഡിങ് കാസ്കറ്റ്സ് ആണ്. സോ ടോക്സിൻസും ഡ്രഗ്സിനെയും എന്ത് ചെയ്യുന്നു? ഔട്ട് ഓഫ് ദ സെല്ല്. സോ സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ ഇവിടെ തന്നെ രണ്ടെണ്ണം ഉണ്ട്. സിംപോർട്ട് എന്നും പറയും, ആന്റിപോർട്ട് എന്നും പറയും. സിംപോർട്ട് ആൻഡ് ആന്റിപോർട്ട്. സോ അതിന് വേറൊരു സിനോണിം നെയിം ഉണ്ട്, കോ ട്രാൻസ്പോർട്ടർ ഓർ എക്സ്ചേഞ്ച് ട്രാൻസ്പോർട്ടർ. എക്സ്ചേഞ്ച് ട്രാൻസ്പോർട്ടർ വെച്ചാൽ എന്താണ്? എന്തോ എക്സ്ചേഞ്ച് ചെയ്യുന്നു. കോ ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ ഒരുമിച്ച് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു അല്ലെ. ഒരുമിച്ച്, എക്സ്ചേഞ്ച്, ഒരെണ്ണം കൊടുക്കുമ്പോൾ ഒരെണ്ണം കൊടുക്കുന്നു, അതുപോലെ തന്നെയാണ്, സെയിം സാധനമാണ്. സോ ഇതിൽ നമ്മൾ സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ഈ സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടിനെ ഫർദർലി ക്ലാസിഫൈ ചെയ്യുവാണ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്പെഷ്യലൈസ്ഡ് പറഞ്ഞതിൽ കാരിയർ ട്രാൻസ്പോർട്ടിൽ പറഞ്ഞു, കാരിയറിലെ ആക്റ്റീവ് പറഞ്ഞു, പിന്നെ പ്രൈമറി ആക്റ്റീവ് പറഞ്ഞു, സെക്കൻഡറി പറഞ്ഞു. ഈ സെക്കൻഡറിനെ നമ്മൾ ഫർദർലി ക്ലാസിഫൈ ചെയ്യുവാണ്. സോ സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ സിംപോർട്ട് നോക്കാം. സിംപോർട്ട് ഓൾസോ നോൺ ആസ് കോ ട്രാൻസ്പോർട്ട് ഇൻവോൾവ് ദ മൂവ്മെന്റ് ഓഫ് ബോത്ത് മോളിക്യൂൾ ഇൻ ദ സെയിം ഡിറക്ഷൻ. ഇതിനകത്ത് രണ്ട് മോളിക്യൂൾ എന്ത് ചെയ്യും? സെയിം ഡിറക്ഷനിൽ. ഇപ്പോൾ രണ്ട് സാധനമുണ്ട്, രണ്ട് സാധനങ്ങൾ ഒരേ ഡിറക്ഷനിൽ പോകും. എക്സാമ്പിൾ ഇൻക്ലൂഡ് സോഡിയം ഗ്ലൂക്കോസ് സിംപോർട്ട് ആൻഡ് H+ coupled peptide transport which facilitate the absorption of peptide like drugs such as beta-lactam antibiotics. So ഇവിടെ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. സോ ഇൻക്ലൂഡ് സോഡിയം ഗ്ലൂക്കോസ് സിംപോർട്ട്, സോഡിയം ഗ്ലൂക്കോസും, അതായത് സോഡിയവും ഗ്ലൂക്കോസ് എന്ത് ചെയ്യുന്നു? ഒരേ റൂട്ടിൽ കൂടെ കടന്നു വരുന്നു എന്നുള്ളതാണ്. സോഡിയം ഗ്ലൂക്കോസ് എന്ത് ചെയ്യുന്നു? ഒരേ റൂട്ടിലൂടെ കടന്നു വരുന്നു. ആൻഡ് H+ coupled peptide transport, ഇവിടെ എന്താ വരുന്നത്? PEPT1 എന്നാ പറയാ. H+ coupled peptide transport ഇതുപോലെ തന്നെയാണ്, ഒരൊറ്റ ഡിറക്ഷനിലൂടെയാണ് പാസ് ചെയ്ത് പോവുക. വിച്ച് ഫെസിലിറ്റേറ്റ് ദ അബ്സോർപ്ഷൻ ഓഫ് പെപ്റ്റൈഡ് ലൈക്ക് ഡ്രഗ് സച്ച് എസ് ബീറ്റ-ലാക്ടം ആന്റിബയോട്ടിക്സ്. സോ ബീറ്റ-ലാക്ടം ആന്റിബയോട്ടിക്സ് പോലുള്ള അല്ലെങ്കിൽ പെപ്റ്റൈഡ് ലൈക്ക് ഡ്രഗുകളായിട്ടുള്ള ബീറ്റ-ലാക്ടം ആന്റിബയോട്ടിക്സും എന്താ ചെയ്യുന്നത്? ഈ PEPT1 ട്രാൻസ്പോർട്ട് വഴി തന്നെയാണ് ഒരേ ഡിറക്ഷനിലാണ് പാസ് ചെയ്ത് പോകുന്നത്. സോ ബേസിക് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് സോഡിയം പ്ലസ് ഗ്ലൂക്കോസ് സിംപോർട്ടിന്റെ എക്സാമ്പിൾ പഠിക്കുക, ആൻഡ് ബീറ്റ-ലാക്ടം ആന്റിബയോട്ടിക്സിനും ഈ സെക്കൻഡറി സിംപോർട്ടിന് എക്സാമ്പിൾ ആണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് ആന്റിപോർട്ട് ആണ്. വൺ ഓഫ് അതർ ഹാൻഡ് ആന്റിപോർട്ട് ഓർ എക്സ്ചേഞ്ച് ട്രാൻസ്പോർട്ട് പെർട്ടൈൻ ടു ദ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾ ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. സോ ഓപ്പോസിറ്റ് ഡിറക്ഷനിലായിരിക്കും ഉണ്ടായിരിക്കുക. സോ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്ചേഞ്ച് എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ. സോ എന്താണ്? in opposite direction. Example of antiport include sodium calcium exchange and the expulsion of H+ ion using Na+ gradient in the kidney. So normally എങ്ങനെയാ നമുക്ക് സോഡിയത്തിന്റെയും കാൽഷ്യത്തിന്റെയും കോൺസെൻട്രേഷൻ ഡിഫറെന്റ് ആയിരിക്കും അല്ലേ. സോ സോഡിയം കൊടുക്കുന്ന അനുസരിച്ച് കാൽഷ്യം അങ്ങോട്ട് കൊടുക്കുക, കാൽഷ്യം വരുന്ന അനുസരിച്ച് സോഡിയം കൊടുക്കുക, അതുപോലെ കൊടുക്കുന്നതും. പിന്നെ എന്താണ്? H+ ion using Na+ gradient in the kidney. നമ്മുടെ കിഡ്നിക്ക് അതുള്ള സോഡിയം പ്ലസ് ഗ്രേഡിയന്റ് വെച്ചിട്ട് H+ന്റെയും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എക്സ്ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കിഡ്നി ഒക്കെ പഠിക്കുന്ന സമയത്ത് അബ്സോർപ്ഷൻ, റീ അബ്സോർപ്ഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കാറില്ലേ, അവിടെയൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ആന്റിപോർട്ട് വൈ സിസ്റ്റം ആണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണ്. എന്താണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ? സോ ഇത് ഭയങ്കര സിമ്പിൾ ആണ്. സോഡിയം ഗ്ലൂക്കോസ് കോ ട്രാൻസ്പോർട്ട് കോമൺലി സീൻ ഇൻ ഓൾ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. സോ നോർമലി ORS ലാണ് എന്ത് കാണാറുള്ളത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഈ എന്താണ് ഈ സിംപോർട്ട് നമുക്ക് കാണാറുള്ളത് അല്ലേ. സോ ഫെസിലിറ്റേറ്റ് ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗ്ലൂക്കോസ് across
across the muscle cell membrane through a transporter called GLUT4. സോ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ സിംപോർട്ട് പഠിച്ചു. സിംപോർട്ട് നമ്മൾ എന്താ പറഞ്ഞു, ഇവിടെ നമ്മൾ സോഡിയം ഗ്ലൂക്കോസ് സിംപോർട്ടർ നമ്മൾ പറഞ്ഞു അല്ലെ. എങ്ങനെയാ കൊടുക്കുക, ഇവിടെ നമ്മൾ ഒരു ഡയറക്ഷനിൽ തന്നെ ഒരു കാര്യം സെയിം സാധനം പോകുന്നു നമ്മൾ സിംപോർട്ട് പറഞ്ഞു. ഇവിടെ എന്താണ്, ഇവിടെ സോഡിയം ഗ്ലൂക്കോസ് കോ ട്രാൻസ്പോർട്ടർ കോമൺലി സീൻ ഇൻ ഓൾ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കോ ട്രാൻസ്പോർട്ടർ അതായത് സോഡിയം ഗ്ലൂക്കോസ് നമുക്ക് അതിന്റെ കോ ട്രാൻസ്പോർട്ട് നടക്കുന്ന എവിടെയാണ്, നോർമലി ORS സൊല്യൂഷൻ കൊടുക്കുമ്പോഴാണ്. ഫെസിലിറ്റേറ്റ് ദ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്ലൂക്കോസ് അക്രോസ് ദ മസിൽ സെൽ മെംബ്രെയിൻ. നമ്മുടെ മസിൽ സെൽ മെംബ്രെയിനിലേക്ക് ഗ്ലൂക്കോസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് GLUT4 ട്രാൻസ്പോർട്ടർ വെച്ചിട്ടാണ്. ആരാണ്, GLUT4 വെച്ചിട്ടാണ് ORSലെ ഗ്ലൂക്കോസ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ദിസ് ഡ്രഗ് ട്രാൻസ്പോർട്ട് ഒക്കേഴ്സ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് റിക്വയർഡ് എ കാരിയർ ബട്ട് നോ എനർജി. ഇവർക്ക് കാരിയർ ആവശ്യമാണ്, എന്നാൽ എനർജി വേണ്ട. കണ്ടോ ഇവിടെ ഇവിടെ കാരിയർ എടുക്കുന്നു, കൊണ്ടുപോകുന്നു, പക്ഷെ ഇവിടെ എന്ത് വേണ്ട, എനർജി എന്ന് പറയുന്ന സാധനം നമുക്കിവിടെ ആവശ്യമില്ല. ഇവിടെ എക്സാമ്പിൾ ഉണ്ട്. Example of this transporter mechanism include the entry of glucose into red blood cells. So RBC-ക്കകത്ത് എന്താ ചെയ്യുക, ഈ ഗ്ലൂക്കോസ് കയറി ഇരിക്കും. ഓക്കെ അല്ലേ, ഗ്ലൂക്കോസ് കയറി ഇരിക്കും. ആൻഡ് ഇൻഡസ്ട്രിയൽ അബ്സോർപ്ഷൻ ഓഫ് വൈറ്റമിൻ B1 ആൻഡ് B2. നമ്മുടെ ഇൻഡസ്ട്രിയിനകത്ത് എന്താണ് B1 B2 ഇൻഡസ്ട്രിയൽ അബ്സോർപ്ഷനായി B1 B2ൻ്റെതും എക്സാമ്പിൾ ആണ്. അഡീഷണലി വൈറ്റമിൻ B12 ഫോം എ കോംപ്ലക്സ് വിത്ത് ഇൻട്രൻസിക് ഫാക്ടർ. സോ ഇൻട്രൻസിക് ഫാക്ടറും പ്ലസ് വൈറ്റമിനുമായിട്ട് കോംപ്ലക്സ് ഉണ്ടാക്കുക. ആൻഡ് ഇൻ ദ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട് ആൻഡ് ട്രാൻസ്പോർട്ട് ത്രൂ എ കാരിയർ സിസ്റ്റം. സോ എന്ത് ചെയ്യുന്നു, ഈ ഇൻഡസ്ട്രിയൽ ഫാക്ടറും വൈറ്റമിനും കൂടെ ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഈ എന്താണ് ഇൻഡസ്ട്രിയൽ ഫാക്ടേഴ്സ് എന്നുള്ളത് നിങ്ങൾ നമ്മൾ ഡൈജസ്റ്റ് സിസ്റ്റം പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് അവിടെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഇൻട്രൻസിക് ഫാക്ടർ. ഈ നോർമലി ഇൻട്രൻസിക് ഫാക്ടർ എന്താണ്, ഈ വൈറ്റമിൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെയാണ് ഇൻട്രൻസിക് ഫാക്ടർ എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റൊമക്കിനകത്ത് നമുക്ക് ഇൻട്രൻസിക് ഫാക്ടറുകളുണ്ട്, പിന്നെ പെപ്സിനോജൻ ഉണ്ട്, പെപ്സിൻ ഉണ്ട്. സോ ഇതൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ, നിങ്ങൾ ഓൾറെഡി അത് പഠിക്കും, സ്റ്റൊമക്ക് എത്തുമ്പോൾ പഠിക്കുന്നതാണ്. അതിനുശേഷം നമുക്കിത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, സിമ്പിളാണ്. So next is endocytosis or vesicular transport. So എന്താണ് endocytosis എൻഗൾഫിംഗ് ആണ്. വിഴുങ്ങുക എന്ന് പറയാം. എൻഗൾഫിംഗ് എക്സ്ട്രാ സെല്ലുലാർ മെറ്റീരിയൽ വിത്തിൻ എ സെഗ്മെന്റ് ഓഫ് സെൽ മെംബ്രെയിൻ ടു ഫോം എ വെസിക്കിൾ വിച്ച് ഈസ് ദെൻ പിഞ്ച്ഡ് ഓഫ് ഇൻട്രാസെല്ലുലർലി. ഒരു സാധനത്തെ വിഴുങ്ങുന്നുണ്ട്, അകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്, എന്നിട്ട് പൊട്ടിച്ച് കളയും. അതാണ് പിഞ്ച്ഡ് ഓഫ് ഇൻട്രാസെല്ലുലർലി. ഇൻട്രാസെല്ലുലർ ഈ സെല്ലിനകത്ത് വെച്ചിട്ട് തന്നെ പൊട്ടിച്ച് കളയുന്നു എന്നുള്ളതാണ്. ദിസ് ഈസ് ദ ഓൺലി ട്രാൻസ്പോർട്ട് മെക്കാനിസം വെയർ എ ഡ്രഗ് ഡസ് നോട്ട് ഹാവ് ടു ബി ഇൻ എ അക്വസ് സൊല്യൂഷൻ ഓർ ടു ബി അബ്സോർബ്ഡ്. അതായത് ഒരു ഡ്രഗ് അക്വസ് സൊല്യൂഷന് തന്നെ ആയിരിക്കണം, എന്നാൽ മാത്രമേ ഞാൻ അബ്സോർബ് ചെയ്യുള്ളൂ എന്ന് പറയുന്ന ഒരു മെക്കാനിസം എൻഡോസൈറ്റോസിന് ഇല്ല. അത് എങ്ങനെയായാലും കുഴപ്പമില്ല, അക്വസ് ആയിക്കോട്ടെ എങ്ങനെയായാലും കുഴപ്പമില്ല, അതെന്ത് ചെയ്യുന്നു, അകത്തേക്ക് എടുക്കുന്നു, അവിടെ വെച്ചിട്ട് പിഞ്ച് ഓഫ് ചെയ്യുന്നു. ഈ അമീബയൊക്കെ പിടിച്ച് വിഴുങ്ങത്തില്ല, ആ ഒരു പരിപാടി തന്നെയാണ് ഇവരും ചെയ്യുന്നത്. സോ ബൈപ്പാസ് ഫസ്റ്റ് പാസ് ഹെപ്പാറ്റിക് മെറ്റബോളിസം. എന്താണ് ഫസ്റ്റ് പാസ് ഹെപ്പാറ്റിക് മെറ്റബോളിസിനെ ബൈപ്പാസ് ചെയ്യുന്നു. എന്തായിരുന്നു ഫസ്റ്റ് പാസ് മെറ്റബോളിസം? ലിവർ, പോർട്ടൽ വെയിന്, എന്താണ് ബാരിയർ ഓഫ് മെംബ്രെയിൻ ഉണ്ട്, ആൻഡ് കടന്നു പോകുന്നു, ഡ്രഗ് ഇനാക്റ്റീവ് ആവുകയോ ഡീഗ്രേഡോ ചെയ്യുന്നു. സോ ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, ഫസ്റ്റ് പാസ് മെറ്റബോളിസം. സോ ഇതെന്ത് ചെയ്യുന്നു, ഇത് ബൈപ്പാസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? എക്സാമ്പിൾ സ്റ്റാർച്ച്, ഫാറ്റ്, ഇൻസുലിൻ, ഫാറ്റ് സോലബിൾ വൈറ്റമിൻസ്, പിന്നെ ADEK വാട്ടർ സോലബിൾ വൈറ്റമിൻസ്, B12. സോ നോർമലി നമുക്ക് രണ്ട് തരത്തിലുള്ള വൈറ്റമിൻസ് ഉള്ളത്. എന്തൊക്കെയുള്ളത്? ഫാറ്റ് സോലബിൾ വൈറ്റമിൻസ് ഉണ്ട്, വാട്ടർ സോലബിൾ വൈറ്റമിൻസ് ഉണ്ട്. ഫാറ്റ് സോലബിൾ എന്തൊക്കെയായിരുന്നു? ADEK അല്ലേ? സോ ഇവിടെ വാട്ടർ സോലബിൾ വൈറ്റമിനിൽ B12 ആട്ടോ പറയുന്നത്, ബി വൈറ്റമിനിൽ B12 ആണ് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ഇത്രയാണ് എക്സാമ്പിൾ വരുന്നത്. സോ ഇതാണ് എൻഡോസൈറ്റോസിസ്, വിഴുങ്ങുക, എൻഗൾഫിംഗ് എന്ന് ഇപ്പൊ തന്നെ മനസ്സിലാക്കി വെക്കുക. സോ നെക്സ്റ്റ് വൺ ഈസ് സ്പീനോസൈറ്റോസിസ് ആണ്. സോ ഫാഗോസൈറ്റോസിസ് ആണ് കേട്ടോ. സോ ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞു? എൻഡോസൈറ്റോസിസ് ഓർ വെസിക്കുലർ ട്രാൻസ്പോർട്ട് പറഞ്ഞു, എൻഗൾഫിംഗ് പറഞ്ഞു. ഇനി ഫാഗോസൈറ്റോസിസ്, അതായത് സെൽ ഈറ്റിംഗ്. Phagocytosis or cell eating is a type of endocytosis where in large cell ingest large foreign particles of material absorb uptake of sold particular. So normally phagocytosis എന്താ ചെയ്യുക? സെൽ ഈറ്റിംഗ് ആണ് ചെയ്യുക. ഇവിടെ കണ്ടോ, ഇതിനെന്ത് ചെയ്യുന്നു? വലിയ
വലിയ വലിയ മോളിക്യൂളിനെ അകത്തേക്ക് എടുക്കുന്നു, എന്നിട്ട് ഇത് ക്ലോസ് ചെയ്തിട്ട് അകത്ത് വെച്ച് വിഴുങ്ങുന്ന പരിപാടിയാണ് ഫാഗോസൈറ്റോസിസ് ചെയ്യുക. ഓക്കെ അല്ലേ? നമ്മളിവിടെ പറഞ്ഞ എന്താണ്? എൻഗൾഫിംഗ് എക്സോസെൽ മെറ്റൽ വിത്തിൻ എ സെഗ്മെന്റ് ഓഫ് സെൽ മെംബ്രെയിൻ ടു ഫോം എ വെസിക്കിൾ വിച്ച് ദെൻ പിഞ്ച്ഡ് ഓഫ് ഇൻട്രാസെല്ലുലാറി. അത് എൻഡോസൈറ്റോസ് നമ്മൾ പറഞ്ഞു അല്ലേ? സോ ഇനി ഫാഗോസൈറ്റോസിനെ പറ്റി പറയാൻ പോവാണ്. ഫാഗോസൈറ്റോസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെയാണ്. എന്താ ചെയ്യണേ? സെൽ ഈറ്റിംഗ് ആണ്. ഇത് ഒരു ടൈപ്പ് ഓഫ് എൻഡോസൈറ്റോസ് ആണ്. ലാർജ് മോളിക്യൂൾസിന് അകത്തേക്ക് എടുക്കുന്നു. നമ്മളിവിടെ പറഞ്ഞു എൻഡോസൈറ്റോസ് എന്താ പറഞ്ഞത്? എൻഗൾഫിംഗ് എന്ന് നമ്മളിവിടെ പറഞ്ഞല്ലേ? അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെയും എൻഗൾഫ് ചെയ്യുന്നു. ലാർജ് സെൽ ഇഞ്ചസ് ലാർജ് ഫോർ പാർട്ടിക്കിൾ ഓർ മെറ്റീരിയൽ അബ്സോർപ്റ്റീവ് അപ്ടേക്ക് ഓഫ് സോൾഡ് പാർട്ടിക്കുലേറ്റ്. സോ എന്ത് ചെയ്യുന്നു? അതിനുശേഷം അകത്തേക്ക് അബ്സോർബ് ചെയ്തെടുക്കുകയാണ് ഫാഗോസൈറ്റോസിൽ ചെയ്യുക. സോ നെക്സ്റ്റ് സ്പീനോസൈറ്റോസ് ആണ്. ഇവിടെ പീനോസൈറ്റോസ് ഉണ്ടോ? അകത്തേക്ക് എടുക്കുന്നു, എന്നിട്ട് ഇത് ക്ലോസ് ആക്കിയിട്ട് മാറ്റി 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 ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. ഇതാണ് പീനോസൈറ്റോസ്, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സിനകത്ത്. സോ പീനോസൈറ്റോസിസ് ഓൾസോ നോൺ ആസ് സെൽ ഡ്രിങ്കിങ് എന്ന് പറയുക. സോ ഈസ് എ സെല്ലുലാർ പ്രോസസ് ഇൻവോൾവിംഗ് അപ്ടേക്ക് ഓർ ഇൻജക്ഷൻ ഓഫ് ഫ്ലൂയിഡ് ഓർ സ്മാൾ പാർട്ടിക്കിൾ ബൈ എ സെൽ മോഡുലേറ്റിംഗ് ദ പ്ലാസ്മ മെമ്പറൈൻ. സോ പ്ലാസ്മ മെമ്പറൈനിൽ ചെറിയ മോഡുലേഷൻ ഒക്കെ വരുത്തതിന് ശേഷം എന്താ ചെയ്യുക? കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസിനെ അപ്ടേക്ക് ചെയ്യുന്നു, അകത്തേക്ക് എടുക്കുന്നു എന്നുള്ളതാണ്. ഇൻജക്ഷൻ ഓഫ് ഫ്ലൂയിഡ് ഓർ സ്മോൾ പാർട്ടിക്കിൾസ്. ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഫ്ലൂയിഡ്സോ സ്മോൾ പാർട്ടിക്കിൾസോ ആയിരിക്കും അകത്തേക്ക് എടുക്കുക. എക്സാമ്പിൾ ഓഫ് പീനോസൈറ്റോസിസ് എന്തൊക്കെ നോക്കിയാലോ? ഓറൽ സാബിയോ പോളിയോ വാക്സിൻ. നമുക്ക് ഈ പോളിയോ വാക്സിൻ ഇല്ലേ, അതൊക്കെ എന്താണ്? പീനോസൈറ്റോസിസ് ആണ്. ബോട്ടുലിസം ടോക്സിൻ, ലാർജ് പ്രോട്ടീൻ മോളിക്യൂൾസുകളൊക്കെ എന്താണ്? നമ്മൾ പീനോസൈറ്റോസിസ് സെൽ ഡ്രിങ്കിങ് ആണ് ചെയ്യാറുള്ളത്. This process is responsible for the uptake of hormone and enzyme by body cells. So normal എന്താ ചെയ്യുക? ഹോർമോൺസ് എൻസൈംസിന്റെ ഒക്കെ അപ്ടേക്ക് വരുന്നതും ഈ ഒരു പ്രോസസ് തന്നെയാണ്. The absorption of nutrient by human egg cell from the surrounding environment and the assimilation of nutrient by the microvilli cell of the intestine. So normally നമ്മുടെ ഹ്യൂമൻ എഗ് ഉണ്ടാവുമല്ലോ, ഈ ഹ്യൂമൻ എഗ് ആണെങ്കിൽ എന്താണ് ന്യൂട്രിയൻസ് എടുത്തുകൊണ്ട് അത് ഫീറ്റസ് ആയിട്ട് കുഞ്ഞായിട്ട് വളരുന്നതും ഈ പ്രൊസീജിയർ തന്നെയാണ്. ചുറ്റുപാടുമുള്ള ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്ത് അകത്തേക്ക് കൊണ്ടുവരും. പിന്നെ അത് മാത്രമല്ല ഇൻഡസ്റ്റൈനിലുള്ള മൈക്രോവില്ലസുകൾ ന്യൂട്രിയൻസ് എടുക്കുന്ന എങ്ങനെയാണ്? ഈ ഒരു രീതിയിലാണ്. സോ ഇതാണ് പീനോസൈറ്റോസിസ് എന്ന് പറയുക, സെൽ ഡ്രിങ്കിങ് എന്ന് പറയും കേട്ടോ. സോ എന്താ ചെയ്യുക? ഫ്ലൂയിഡ്സോ സ്മാൾ പാർട്ടിക്കിൾസുകളോ അകത്തേക്ക് വലിച്ചെടുക്കുന്ന പരിപാടിയാണ്. സോ നോർമലി എന്ത് ചെയ്യും? ഇത് നമ്മൾ എടുത്തിങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുക. സോ സിമ്പിൾ അല്ലേ? ഭയങ്കര എളുപ്പമാണ്. സോ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ നോക്കി, ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഭയങ്കര സിമ്പിൾ ആയിരുന്നു, ഓടിച്ച് പറഞ്ഞുതരാം. സോ മെക്കാനിസം ഓഫ് ഡ്രഗ് ട്രാൻസ്പോർട്ട് നോക്കി. ഇതിന് മുന്നുള്ള അബ്സോർപ്ഷൻ്റെ ഫസ്റ്റ് പാസ് മെറ്റബോൾസ് ഒക്കെ നമ്മൾ നോക്കിയതാണ്, ഞാൻ പറയുന്നില്ല. സോ മെറ്റബോളിസം പറയുമ്പോൾ പാസീവ് ഉണ്ട്, ഫിൽട്രേഷൻ ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് ഉണ്ട്. സോ പാസീവ് എന്ന് പറഞ്ഞാൽ എനർജിയുടെ ആവശ്യമില്ല. എങ്ങനെയാണ് പോവുക? ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ, മൂവ്മെന്റ് ഓഫ് ഡ്രഗ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ടുവാർഡ്സ് ആണ്. ആൻഡ് ഫിൽട്രേഷൻ ആണെങ്കിലോ ഇവിടെ അക്വസ്പോറുകളോ അല്ലെങ്കിൽ പാരാസെല്ലുലാർ സ്പേസ് വഴിയിട്ടായിരിക്കും എന്ത് ചെയ്യുക? ഫിൽട്ടർ ചെയ്യുക. സോ സ്പെഷ്യലൈസ്ഡ് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ക്യാരറ്റ് ട്രാൻസ്പോർട്ട് പറഞ്ഞു അല്ലേ? സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്പോർട്ടിലെ ഫസ്റ്റ് വൺ ഈസ് ക്യാരറ്റ് ട്രാൻസ്പോർട്ട്. ആൻഡ് സ്പെഷ്യലൈസ്ഡിൽ വീണ്ടും നമ്മൾ ഇതിന് ഫർദർലി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും പറഞ്ഞു. സോ ഫസ്റ്റ് വൺ ഈസ് എന്താണ്? ക്യാരറ്റ് ട്രാൻസ്പോർട്ടിൽ ആക്റ്റീവ് ഉണ്ട്, പ്രൈമറി ആക്റ്റീവ് ഉണ്ട്, സെക്കൻഡറി ആക്റ്റീവ് ഉണ്ട്. പ്രൈമറി എന്ന് പറഞ്ഞാൽ ATP മോളിക്യൂൾസുകൾ അവിടെ ബൈൻഡ് ചെയ്യുന്നല്ലേ? സോ ബൈൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നു. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ സിംപോർട്ട് ഉണ്ട്, ആന്റിപോർട്ട് ഉണ്ട്. അതിൽ സെക്കൻഡറിയിൽ നമ്മൾ സിംപോർട്ടും ആന്റിപോർട്ടും നമ്മൾ ഫർദർലി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ സിംപോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കോ ട്രാൻസ്പോർട്ട്, ഒരേ ഡിറക്ഷനിലേക്ക് പോകുന്നു. ആന്റിപോർട്ട് എന്ന് വെച്ചാൽ എക്സ്ചേഞ്ച് എന്ന് പറയാം, ഒന്ന് കൊടുക്കുമ്പോൾ ഒന്ന് വാങ്ങുന്നു എന്നുള്ള പരിപാടിയാണ്. സോ ഫെസിലിറ്റേറ്റഡ് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? ഇവിടെ നമ്മൾ കൊടുക്കുവാണ് ചെയ്യുക, പക്ഷെ ഇവിടെ എന്ത് വേണ്ട? എനർജി എന്ന് പറഞ്ഞ സാധനം വേണ്ട. പകരം ഇവിടെ ഒരാൾ വേണം, എടുത്തുകൊണ്ട് പോകാൻ നമുക്ക് ഒരാൾ ആവശ്യമാണ്. നെക്സ്റ്റ് ഇസ് എൻഡോസൈറ്റോസ് ഓർ വെസിക്കുലർ ട്രാൻസ്പോർട്ടേഷൻ ആണ്. സോ ഇവിടെ നമ്മൾ എന്താ? ഫാഗോസൈറ്റോസും പീനോസൈറ്റോസും പറഞ്ഞു. ഇവിടെ നോർമലി എന്താ ചെയ്യുക? ഇവിടെ നമുക്ക് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ തന്നെ ആകണം ഡോസേജ് ഫോം എന്നില്ല, അത് എങ്ങനെ വേണമെങ്കിൽ അബ്സോർബ് ചെയ്യും. സോ പീനോസൈറ്റോസ് ഇൻഡസ്ട്രിയിൽ നമ്മളെ വൈറ്റമിൻ്റെ കാര്യം പറഞ്ഞു, അല്ലെ എഗ്ഗിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, ലാർജ് പ്രോട്ടീൻ മോളിക്യൂൾ പറഞ്ഞു, ഓറൽ സാബോ വാക്സിൻസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? സോ ഭയങ്കര സിമ്പിളാണ്, നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് പഠിക്കുക. സോ നെക്സ്റ്റ് ഇട്ട് കാണാം. താങ്ക് യു.